ഒരു മനുഷ്യൻ നേരായ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുന്ന, അല്ലെങ്കിൽ അവൻ്റെ ഈമാൻ ദുർബലമായി പോകുന്ന, അവൻ തഖ്വയുടെ നിലവാരത്തിൽ വളരെ താഴ്ന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഘടകങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ഒന്നാമതായി അറിവില്ലായ്മ അഥവാ ഇൽമിൻ്റെ അഭാവമാണ്. അറിവില്ലായ്മ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും അവൻ പല വഴികളിലേക്ക് തെന്നിമാറിപ്പോവുകയും ചെയ്യും. രണ്ടാമതായി ഷഹവാത്തുകളാണ്. അതായത് ഹറാമിലേക്ക് നമ്മെ പിടിച്ചു വലിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇവയാണ് ഷഹവാത്തുകൾ. അപ്പോൾ ഇൽമ് നമുക്കുണ്ടാവണം, ഷഹവാത്തുകൾ നമ്മൾ അതിജീവിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ദീന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പലപ്പോഴും ആ പഠനം നേരായ രൂപത്തിലല്ലെങ്കിൽ അവിടെ ശുബ്ഹാത്തുകൾ വന്നു ചേരും, സംശയങ്ങൾ ഉണ്ടായിരിക്കും. അതും മനുഷ്യനെ പിഴപ്പിച്ച് കളയും. ഇനി ഒരാൾ ഇൽമ് നേടി, ആ ഇൽമ് നേടിയപ്പോൾ അയാൾക്ക് ഈമാൻ വളരെ അടിയുറച്ചു, യഖീനായി മാറി. ആ യഖീനായ ഈമാനോട് കൂടി അയാളെല്ലാം സത്യപ്പെടുത്തി, ദീനിനെ സത്യപ്പെടുത്തി, സിദ്ഖ് എന്ന ഗുണം അയാളിൽ ഉണ്ടായി. അതിനുശേഷം അയാൾ ഷഹവാത്തുകളെ അതിജീവിച്ചു, ശുബ്ഹാത്തുകളെ മറികടന്നു. ഇവയെല്ലാം കഴിഞ്ഞാൽ പോലും, ആ ഒരു ഉന്നതമായ അവസ്ഥയിലെത്തിയാൽ പോലും വളരെ പെട്ടെന്ന് അയാളെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഒരു ഘടകം പലപ്പോഴും ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളോട് അയാൾ പുലർത്തുന്ന സമീപനം പലപ്പോഴും അത് നിഷേധാത്മകമാണെങ്കിൽ ഈ ഒരു ഉയർന്ന തലത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്താൻ വളരെ എളുപ്പമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം നമുക്ക് മാതൃകയായിത്തീരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഹാജിമാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് വന്ന് കഴിഞ്ഞ ഹാജിമാരാവട്ടെ, ഇനി ഹജ്ജിന് വേണ്ടി അടുത്തൊരു ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാകട്ടെ, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം നമുക്ക് മാതൃകയാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതായത് പരീക്ഷണങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ട് ഈമാനിനെ ഉറപ്പിച്ചു നിർത്തിയ മഹാൻ, ആ ഒരു മുക്തിയിലാണ് നമ്മൾ മാതൃക കണ്ടെത്തേണ്ടത്. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.